പ്രിയപ്പെട്ടവരെ, മോങ്ങം AUP സ്കൂളിൻ്റെ 100ാം വാർഷികാഘോഷത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ അവസാനത്തെ പ്രോഗ്രാമുകൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുകയാണ്. ആദ്യത്തെ പരിപാടി നമ്മുടെ ഘോഷയാത്രയാണ്, വിളംബര ജാഥ. നമ്മുടെ സ്കൂളിലെ വിവിധങ്ങളായ സ്കേറ്റിംഗ് ക്ലബ്ബുകൾ, അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങൾ, JRC, വിവിധ കലാമത്സരങ്ങളിൽ വിജയിച്ചവർ, നമ്മുടെ നൃത്തരൂപങ്ങൾ, അതുപോലെ തന്നെ മോങ്ങത്തെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ, യുവജനങ്ങൾ, ഭാരവാഹികൾ എല്ലാവരും, മോങ്ങ സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും ഈ ഒരു ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. ജനറേറ്റർ പ്രശ്നം നമ്മൾ അപ്പം ഇതിന് ആദ്യം ഓരോ 1-2 അനൗൺസ് ചെയ്ത് പോന്നാൽ മതി. ഞാൻ കുന്മാക്ക കൊടുക്കാം. മോങ്ങം AMUP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഓരോ വിദ്യാർത്ഥികളും ഭാരവാഹികളും അംഗങ്ങളും പങ്കെടുത്തുകൊണ്ടുള്ള പ്രൗഢഗംഭീരമാകുന്ന പ്രൗഢോജ്ജലമാകുന്ന പ്രതീക്ഷയോടുകൂടുന്ന
സ്കൂളിലെ ശതവാർഷിക സമാപന സമ്മേളനം നാളെ 2025 ഫെബ്രുവരി 6 കലാകായിക പ്രതിഭകൾ, വിവിധതരം കലാരൂപങ്ങൾ, MFA, ക്ലാസിക് ഡേ എന്നിവ OGP സ്കൂളിൻ്റെ 100ാം വാർഷിക സമാപനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഘോഷയാത്ര എന്തുകൊണ്ടും മികവാർന്നതായിരുന്നു എന്ന് നമുക്ക് സാക്ഷ്യം വഹിക്കാം. ഏതായാലും ഇതിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ വിസ്മയ ക്ലബിനെയും വിൻവേ ക്ലബിനെയും ആദ്യമായി മോഗസ് സ്കൂളിൻ്റെ ശതവാർഷിക കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദനം. പ്രിയമുള്ളവരെ, വളരെ സന്തോഷം. നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട വിളംബര ജാഥ ഘോഷയാത്രയാണ് ഇവിടെ സമാപിക്കുന്നത്. വളരെ സജീവമായി ഇതിൽ പങ്കെടുത്ത മോങ്ങത്തെ 2 ക്ലബ്ബുകൾ, വിസ്മയ ക്ലബ്ബ് അതുപോലെ തന്നെ വിൻവേ ക്ലബ്ബ്, അതിൻ്റെ ഭാരവാഹികളെ നമ്മുടെ സ്കൂളിന് വേണ്ടിയും ശതവാർഷിക കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി ഞങ്ങളുടെ അഗൈതവുമായി നന്ദി അറിയിക്കുകയാണ്. വളരെ പ്രൗഢഗംഭീരമായൊരു യാത്ര, ഒരിക്കലും മറക്കാൻ കഴിയില്ല. എൻ്റെ സർവീസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വർണ്ണശബളമായൊരു യാത്ര അത് ചരിത്രമായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ എനിക്കൊരു ചെറിയ കർത്തവ്യം ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ക്ലബ്ബുകളുടെ വകയുള്ള പ്ലോട്ടുകളിലെ ഏറ്റവും മികച്ച പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ള കർത്തവ്യം. ഏതായാലും അതിനെക്കുറിച്ച് 1-2 വാചകങ്ങൾ പറയട്ടെ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമായ ഏറ്റവും നല്ല 2 തീമുകളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിൽ തികഞ്ഞ സന്തോഷമുണ്ട്. കാരണം ഇതിൽ നേരെ ഈ പ്ലോട്ടിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് യുദ്ധാനന്തര ചിത്രങ്ങൾ വിളിച്ചോതിയിട്ടുള്ള വിസ്മയ ക്ലബിൻ്റെ പ്ലോട്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അവർക്ക് ഒരു നല്ല കയ്യടി, ഒരു ചെറിയ കയ്യടി പോലെ നമ്മുടെ ടീമാണെങ്കിൽ ഒരു ചെറിയൊരു ബിറ്റ് വായിച്ചു കൊടുക്കുന്നതാണ് ഈ സമയത്ത്. ഒരു ചെറിയൊരു ബിറ്റ് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ചെറിയൊരു ഇത് വായിച്ചു കൊടുക്കേണ്ടത് കഴിഞ്ഞിട്ട് 2ാമത്തെ സ്ഥാനം നേടിയിരിക്കുന്നത് വിൻവേ ക്ലബ്ബാണ്. ഈ 2 പ്ലോട്ടുകൾ അവതരിപ്പിച്ച് വിജയികളായ 2 ക്ലബ്ബുകളെയും ഹൃദയം നിറഞ്ഞ് നന്ദി പറയുകയും കൂടെ അവർ സ്കൂളിന് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങളിൽ സേവിക്കാൻ പറ്റിയതിൽ അതിയായി അഭിമാനിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയും ഈ സ്കൂൾ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പൂർവാധീനം ശക്തിയോടുകൂടി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. നമ്മൾ ഈ ഘോഷയാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചടങ്ങിന്
എല്ലാവർക്കും നന്ദി ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഘോഷയാത്ര കമ്മിറ്റിയുടെ ഓർഗനൈസിംഗ് കൺവീനർ ശരത് സാറ് ക്ഷണിക്കുന്നു. പ്രിയമുള്ള രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെ ഭംഗിയായി പ്രൗഢഗംഭീരമായിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഘോഷയാത്ര വളരെ മനോഹരമായി തന്നെ നമുക്ക് നടത്താൻ സാധിച്ചു. ഇന്ന് ഈ വിളംബര ഘോഷയാത്രയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കമ്മിറ്റി അംഗങ്ങൾ, മുഖത്തെ 2 പ്രധാനപ്പെട്ട ക്ലബ്ബുകൾ, എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വിളംബര ഘോഷയാത്ര പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു.